സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഇസബല്ലയുടെ യഥാർത്ഥ മുഖം കെവിൻ്റെ മുന്നിൽ അനാവൃതമാകുന്ന ഒരു എപ്പിസോഡ് കൂടിയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഭാർഗവി ആണെങ്കിൽ ചന്ദ്രോത്തേക്ക് പോകണമെന്നും പറഞ്ഞ് ഇറങ്ങുമ്പം ഈ മുരളിയും ഗൗരിയും പറയുന്നുണ്ട്, വേണ്ടമ്മേ ഇപ്പം അങ്ങോട്ട് പോകണ്ട, അവിടെ എന്തൊക്കെയോ ചർച്ചകൾ നടക്കുക, ഹരിയങ്കളും വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഗൗരി ചോദിക്കുന്നുണ്ട്, ഹരി സാറ് വന്നിട്ടുണ്ടോ, അതെന്തിനായിരിക്കുമോ, ഇനിയിപ്പോൾ നന്ദൻ്റെയും ദേവികയുടെയും കാര്യം സംസാരിക്കാനാണോ അതോ നന്ദൻ മാധവനങ്ങളെ തല്ലിയ കേസ് സംസാരിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല, മിക്കവാറും ദേവികയുടെയും നന്ദൻ്റെയും കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അതുകൊണ്ട് അമ്മ തൽക്കാലം ഇപ്പം അങ്ങോട്ട് പോകണ്ടെന്ന് പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, പ്രഭകുഞ്ഞ് തന്നെ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കണേ എങ്ങനെയാണ്, ഞാൻ പോയി അതിനൊക്കെ സഹായിക്കാമെന്ന് പറയുമ്പോൾ അമ്മയില്ലെങ്കിൽ അവർ ഫുഡ് ഉണ്ടാക്കി കഴിക്കൂലേ, എന്തായാലും തൽക്കാലം അമ്മ ഇപ്പം അങ്ങോട്ട് പോകുമൊന്നും വേണ്ട, അമ്മ ചെന്ന് എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തന്നേന്നും പറഞ്ഞ് ഈ മുരളിയും ഗൗരിയും കൂടി ഭാർഗവീനെ വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനാണെങ്കിൽ ഹരിയങ്കളുടെയും സിദ്ധാർത്ഥൻ്റെയും നടുവിലിരിക്കുന്നുണ്ട്. പ്രഭാവതി അതിൻ്റെ പുറകിൽ തന്നെ വിഷമത്തോടുകൂടി തന്നെ നിൽക്കുന്നുണ്ട്. ദേവികയും ഉണ്ടെടുത്ത്. അന്നേരം ഹരിയങ്കൾ ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ എന്താ നടന്നത്, നന്ദൻ മനഃപൂർവ്വം ആ ഋഷിയെ കാണാനായിട്ട് പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അങ്കിളെ, അന്ന് അവൻ അമ്മയെ ഒരുപാട് ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു, അതുകൊണ്ട് ഞാൻ അവനെ കണ്ടൊന്ന് വാൺ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, അപ്പോഴാണ് അവനെ കണ്ടത്, എന്നിട്ട് അവനോട് ഇനി അമ്മയുടെ പുറകെ ശല്യത്തിന് ചെല്ലരുതെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു, ഇനിയും അമ്മേനെയും ദേവീനെയും ഒക്കെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നപ്പം ഞാൻ അവനെ ഒന്ന് തല്ലുകൊണ്ടതും അവൻ ബോധം കെട്ട് വീണു, പിന്നീട് ഞാൻ നോക്കിയപ്പോൾ അവനക്ക് അനക്കമൊന്നും ഉണ്ടായില്ല. അന്നേരം ഹരിയങ്കൾ ഇവൻ്റെ എല്ലാ ഭാവങ്ങളും നോക്കി കാണുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബോധം കെട്ടിട്ട് പിന്നെ എന്താ നന്ദൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ആളൊഴിഞ്ഞ വീടുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് അവനെ വലിച്ചു കൊണ്ടുപോയി. അന്നേരം ഹരിയങ്കളിനാണെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റുള്ള, സിദ്ധാർത്ഥനും വിശ്വസിക്കാൻ പറ്റുള്ള, ഈ ഋഷിയെ പോലെയുള്ള ഒരു യുവാവിനെ ഈ നന്ദൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി എന്ന് ചോദിക്കുമ്പം അതുകൊണ്ട് ഹരിയങ്കൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, നന്ദൻ ഒറ്റയ്ക്കാണോ കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പം അതേ അങ്കിളെ, ഞാൻ ഒറ്റയ്ക്കാണ് കൊണ്ടുപോയി. എങ്ങനെ കൊണ്ടുപോയി, വലിച്ചഴിച്ച് കൊണ്ടുപോയി, എന്നിട്ടും അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, അപ്പോൾ ആരും കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല, അന്നേരം അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല, എന്നിട്ട് ആ കെട്ടിടത്തിൽ കൊണ്ടുപോയിട്ട് എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം ആ കെട്ടിടത്തിൽ ചെന്നതും ഋഷിക്ക് വീണ്ടും ബോധം തെളിഞ്ഞു, അപ്പോഴും അവൻ അമ്മേനെയും ദേവീനെയും ഒക്കെ കൊല്ലുമെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന ഒരു കോലെടുത്ത് അവൻ്റെ തലക്കെട്ട് അടിച്ചു, അപ്പം തന്നെ അവൻ ബോധം കെട്ട് വീണു. അന്നേരം ഹരിയങ്കൾ ചോദിക്കുന്നുണ്ട്, മാധവനെ തല്ലിയതുപോലെയാണോ എന്ന് ചോദിക്കുമ്പം ഈ നന്ദനൊന്നും പറയണില്ല. പിന്നീട് ബോധം കെട്ടിട്ട് എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം അപ്പം തന്നെ അവൻ മരിച്ചു എങ്കിൽ അതെങ്ങനെ നന്ദന് മനസ്സിലായി, അത് ഞാൻ എങ്ങനെയാണെന്നൊന്നും പറയാൻ നന്ദന് പറ്റാണ്ട് നന്ദൻ ഇങ്ങനെ നിന്ന് പരങ്ങണ സമയത്ത് ഹരിയങ്കൾ ചോദിക്കുന്നുണ്ട്, നന്ദൻ മൂക്കിൽ ശ്വാസം ഉണ്ടോയെന്ന് നോക്കിയോ അതോ പൾസ് നോക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് പറയണു. അതെങ്ങനെയാണ് ഒരു ബോഡിയുടെ ജീവനുണ്ടോയെന്ന് അറിയാനുള്ള കഴിവൊക്കെ നന്ദനുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ അങ്ങനെ നോക്കി അങ്കിളെന്നൊക്കെ പറഞ്ഞ് ഈ നന്ദൻ കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഹരിയങ്കൾ ചോദിക്കുന്നുണ്ട്, ശരിക്കും നന്ദൻ ഒറ്റയ്ക്ക് തന്നെയാണോ ഋഷിയെ ആ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പം അതേ അങ്കിളെ, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണെന്ന് പറയണു. അതൊന്നും ഈ ഹരിയങ്കളിന് വിശ്വാസമാവണില്ല. എന്നിട്ട് പിന്നീട് നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ ഋഷിയുടെ ബോഡി കുഴിവെട്ടി മൂടിയെന്ന് പറയണു. അന്നേരം ഹരിയങ്കൾ ചോദിക്കുന്നുണ്ട്, അതും നീ ഒറ്റയ്ക്കാണോ ചെയ്തത്, കുഴിവെട്ടിയതും ബോഡി കൊണ്ടുപോയി കുഴിയിലിട്ട് മൂടിയതൊക്കെ ഒറ്റയ്ക്കാണോ ചെയ്തതെന്ന് പറയുമ്പോൾ അതെ, ഞാൻ അതും ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് ഇങ്ങനെ വെപ്രാളത്തോടു കൂടി പറയുന്നുണ്ട്. ഈ സമയമെല്ലാം ഹരിയങ്കൾ ഇവൻ്റെ എല്ലാ ഭാവങ്ങളും ശ്രദ്ധിക്കണമുണ്ട്. അത് പക്ഷേ നന്ദന് മനസ്സിലാവണില്ല. പിന്നീട് ചോദിക്കുന്നുണ്ട്, അപ്പം കൈക്കോട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് അവിടെ പറമ്പിൽ പണി നടന്നതുകൊണ്ട് തൂമ്പയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അവരുടെ ശ്രദ്ധയപ്പെടാതെ ഞാൻ തൂമ്പ എടുത്തുകൊണ്ട് കുഴി കുത്തിയ മൂടിയെന്ന് പറയുമ്പം ഹരിയങ്കളിന് അത് വിശ്വാസമൊന്നും ആവണില്ല. കാരണം ഇത്രയും വെയിറ്റുള്ള ഒരാളെ എന്തായാലും ഈ നന്ദന് തന്നെ ചുമന്ന് കൊണ്ട് കുഴിയിലിടാനും പറ്റില്ല. അതുപോലെ തൂമ്പ വെച്ച് ഒരു പണിയും ചെയ്യാത്ത നന്ദനക്ക് കുഴി വെട്ടി ഋഷിനെ അതിലിട്ട് മൂടാനും പറ്റില്ല എന്നൊക്കെ ഹരിയങ്കളിന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഹരിയങ്കൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതെല്ലാം നീ ഒറ്റയ്ക്ക് തന്നെ ചെയ്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ അങ്കിളെ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്ത. അപ്പോൾ അത് ശരി, എല്ലാ കാര്യങ്ങളും നീ ഒറ്റയ്ക്ക് തന്നെയല്ലേ ചെയ്തത്, പിന്നെ ഈ ഋഷിയെ കൊന്ന കാര്യം വീട്ടിലുള്ളവരോട് പറയണതിന് മുമ്പ് നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ഞാൻ ഇസബല്ലയോടും കെവിനോടും പറഞ്ഞു, എന്നിട്ട് അവരെന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവരെന്നെ രക്ഷിച്ച് നിർത്തുക ചെയ്ത്, അവർ നല്ല കൂട്ടുകാരാണ്, അവരിത് ആരോടും പറയണ്ടെന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് വയ്ക്കുമായിരുന്നു. അപ്പോൾ ഇസബല്ല ശരിക്കും നിൻ്റെ കൂടെ പഠിച്ചതാണോ എന്ന് ചോദിക്കുമ്പം അതെ, എൻ്റെ ഫ്രണ്ടാന്ന് പറയുന്നു. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും നല്ല കൂട്ടാ ഹരിയാട്ടാന്ന്. ആ സമയത്ത് ദേവികയോട് ചോദിക്കുന്നുണ്ട്, ഇസബല്ല ദേവികയുടെ ഫ്രണ്ടാണോ
ഫ്രണ്ടാണെന്ന് ചോദിക്കുമ്പം അതെ എൻ്റെയും ഫ്രണ്ടാന്ന് പറയണു. അന്നേരം ഹരി അങ്കിൾ പറയുന്നുണ്ട് എന്തായാലും അവർ നല്ല ഫ്രണ്ട്സാണല്ലോ, ഇത്രയും വലിയൊരു കുറ്റം കൂട്ടുകാരൻ ചെയ്തിട്ടും അത് ആരോടും പറയാണ്ട് രഹസ്യമാക്കി വെച്ചില്ലേ, അതേതായാലും നല്ല കാര്യമാണെന്ന് പറയുമ്പം ഈ നന്ദൻ ചോദിക്കുന്നുണ്ട് അങ്കിളെന്താ എന്നെ പരിഹസിക്കുവാണെന്ന്. അന്നേരം സിദ്ധാർത്ഥ ചോദിക്കുന്നുണ്ട് പരിഹസിച്ചാൽ എന്താടോ കുഴപ്പം, നീ ഒരു കൊലപാതകം ചെയ്തില്ലേ, അതിലും വലുതൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പം ഈ ഹരി അങ്കിൾ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് ഹരിയേട്ട നന്ദനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ, അവനാകെ തകർന്നിരിക്കുക എന്ന് പറയുമ്പോൾ അത് ശരി, ഒരാൾ പറയണു കൊലപാതകം ചെയ്തു എന്ന്, ഒരാൾ പറഞ്ഞു അബദ്ധത്തിൽ പറ്റിയതാ ആൾ തകർന്നിരിക്കുമെന്ന്. എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ട വരും. ഒരമ്മയുടെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ ഇപ്പോൾ ചോദിക്കുന്ന ഈ ചോദ്യങ്ങളിൽ ബുദ്ധിമുട്ട് വന്നാലും ഇനി കോർട്ടിൽ നിന്ന് വേർക്കാനുള്ളതല്ലേ, അപ്പോൾ പിന്നെ ഈ ചോദ്യങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇനി ദേവികയ്ക്ക് എന്താ ഇതിൽ പറയാനുള്ളതെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് ഞാൻ എന്ത് പറയാനാണെങ്കിലേ എനിക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല, എന്താണെങ്കിലും അങ്കിളും അച്ഛനും കൂടി തീരുമാനിച്ചോളാം. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയും കെവിനെയാണ്. ഇസബല്ലയാണെങ്കിൽ ആകെ പ്രാന്തെടുത്തതുപോലെയാണ് നിൽക്കണേ. എന്നിട്ട് ഇസബല്ല കെവിനോട് ചോദിക്കുന്നുണ്ട് കണ്ടില്ലടാ കാര്യങ്ങളെല്ലാം തലകീഴായി മറിഞ്ഞില്ലേ, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാ അവൻ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് പ്രശ്നമാവുമെന്ന്. ദേവികയിൽ നിന്നും അവനെ അകറ്റി എൻ്റേതാക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പാടെല്ലാം പെട്ടത്. എന്നിട്ടിപ്പോൾ ദേവിക അവന് ഒരുമിച്ച് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വരുമെന്ന് പറയുമ്പോൾ കെവിൻ പറയുന്നുണ്ട് ഇല്ല ബെല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല, എന്തായാലും ഈ നന്ദൻ ഒരു കൊലപാതകം ചെയ്തു എന്ന് അറിഞ്ഞാൽ ഒരിക്കലും ദേവികയ്ക്ക് നന്ദനെ അംഗീകരിക്കാൻ പറ്റില്ല, ദേവിക ഇനി ഒരിക്കലും നന്ദൻ്റെ കൂടെ ജീവിക്കുകയില്ല, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ടെന്ന് പറയുമ്പോൾ ഇല്ല കെവിൻ എനിക്ക് ടെൻഷനുണ്ട്, കാരണം ഇപ്പം ദേവിക നന്ദനിൽ നിന്നും അകന്നത് ഞാനുമായിട്ടുള്ള ബന്ധം വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ദേവികയോട് നന്ദൻ അകൽച്ച കാണിച്ചത് ഈ കൊലപാതകത്തിൻ്റെ പേരിലാണ് നന്ദൻ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ദേവികയ്ക്ക് നന്ദനോട് ഇഷ്ടം കൂടുകയുള്ളൂ, അല്ലാതെ നന്ദനോടുള്ള ഇഷ്ടം കുറയൊന്നുമില്ല. എന്തായാലും ദേവികയും നന്ദനും ഇനി ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല, ഞാൻ ആഗ്രഹിച്ചതാണ് നന്ദനെ എനിക്ക് കിട്ടണം, ഇല്ലെങ്കിൽ ആർക്കും വേണ്ട, ഞാൻ രണ്ടെണ്ണത്തിനെയും തീർത്ത് കളയുന്നു. അന്നേരം ഈ കെവിൻ ചോദിക്കുന്നുണ്ട് ബെല്ല നീ എന്തൊക്കെയാണ് പറയണേ, നീ ഇതൊക്കെ വെറുതെ ഊഹിക്കണതല്ലേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല ബെല്ല എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഋഷിയുടെ കൊലപാതക കേസിൽ നന്ദൻ ജയിലിൽ പോട്ടെ. അന്നേരം കെവിനാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത പോലെ ഇസബല്ലയെ നോക്കുന്നുണ്ട്, കാരണം ഋഷി ജീവിച്ചിരിക്കുകയാണല്ലോ, പിന്നെ എങ്ങനെ കൊലപാതക കേസിൽ നന്ദൻ ജയിലിൽ പോകുന്നുള്ള ചിന്തയിലാണ് കെവിൻ നോക്കണേ. അന്നേരം ഇസബല്ല പറയുന്നുണ്ട് നീ നോക്കുകയൊന്നും വേണ്ട, ഋഷി മരിച്ചിട്ടില്ലല്ലോ, പക്ഷെ ഞാനായിട്ട് അവനെ കൊല്ലും, അങ്ങനെ കൊന്നു കുഴിച്ചു മൂടും, അപ്പോൾ കേസന്വേഷണം വരുമ്പോൾ ഋഷിയുടെ ബോഡി അവിടുന്ന് തന്നെ പോലീസ് മാന്തിയെടുക്കും, എന്നിട്ട് ആ കൊലക്കുറ്റത്തിന് നന്ദനെ ശിക്ഷിക്കും, നന്ദനൊരു ജീവപര്യന്തോ അല്ലെങ്കിൽ കൊലക്കയറോ കിട്ടട്ടെ, എന്നാലും ഞാൻ അവനെ ജീവിക്കാൻ വിടില്ല, എനിക്ക് അവനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കളിയൊക്കെ കളിച്ചത്, എന്നിട്ടും അവൻ ദേവികയുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ രണ്ടെണ്ണത്തിനെയും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല, ഇനി എന്തായാലും ഋഷിയെ കൊന്നിട്ടാണെങ്കിലും ഞാൻ അവനെ ജയിലിലേക്ക് വിടുമെന്നും പറഞ്ഞ് ഈ ഇസബല്ലയാണെങ്കിൽ ദേഷ്യപ്പെടുന്ന സമയത്ത് കെവിനാണെങ്കിൽ ആകെ അന്താളിച്ച് പോകുന്നുണ്ട് ഇസബല്ലയുടെ ഈ സ്വഭാവമൊക്കെ കണ്ടിട്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹരിയങ്കളിനെ തന്നെയാണ്. ഹരിയങ്കൾ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നന്ദൻ ഋഷിയുടെ പ്രേതത്തെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതെവിടെ വെച്ചാന്ന് ചോദിക്കുമ്പോൾ അങ്കിളെ ഞാൻ പറഞ്ഞത് സത്യ, അത് ചന്ദ്രോത്ത് ഞങ്ങളുടെ ബെഡ്റൂമിൽ വെച്ചാൽ കണ്ടേ, എന്തെന്നും പറഞ്ഞാൽ കണ്ടേന്ന് ചോദിക്കുമ്പോൾ ഈ നന്ദനാണെങ്കിൽ പണ്ട് കണ്ട ആ ഒരു കാര്യം അങ്ങോട്ട് പറയുന്നുണ്ട്. റൂമിൽ വന്നിട്ട് എടാ നന്ദ നീ എന്നെ കൊന്ന് കുഴിച്ചിട്ടിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുമല്ലേടാന്ന് ഋഷി ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നീട് എവിടെ വെച്ചാൽ കണ്ടതെന്ന് ചോദിക്കുമ്പം അതൊരു പറമ്പിൽ വെച്ചാൽ കണ്ടേ, അന്ന് ഞാൻ കുടിച്ചിങ്ങനെ ബോധമില്ലാതെ നിൽക്കുന്ന സമയത്ത് ഋഷി വന്നിട്ട് എന്താണോ നന്ദാന്ന് ചോദിച്ചാൽ എന്നെ വിളിച്ചു എന്ന് ഈ നന്ദൻ ഹരിയങ്കളിനോട് പറയുന്നുണ്ട്. അന്നേരം ഹരിയങ്കൾ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഋഷിയുടെ കാല് നിലത്ത് ഉറച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അങ്കിളെ കാലൊക്കെ ചില സമയത്ത് നിലത്തായിരുന്നു, പിന്നെ പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇത് കേട്ടതും ഈ ഹരിയങ്കളാണെങ്കിൽ ആകെ ഇങ്ങനെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് അത് പറഞ്ഞത് നേരെ ഹരിയേട്ട, അന്നൊരു ദിവസം ഋഷിയുടെ പ്രേതത്തെ കണ്ടു എന്നും പറഞ്ഞ് പേടിച്ച് കരഞ്ഞ ഇവൻ വന്നത്, അതുമാത്രമല്ല അവനവിടെ വീണ് കിടക്കുകയെന്നും പറഞ്ഞ് ഞാനും ദേവികയും കൂടി അവനെ വിളിക്കാനായിട്ട് ചെന്ന സമയത്ത് ഇസബല്ല അവനെയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നതായിരുന്നു. അന്നേരം ഈ ഹരിയേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ സിദ്ധുവിനെ ആളുകൾ വിളിച്ച് പറയണതിന് മുമ്പായിട്ട് തന്നെ ഇസബല്ലയ്ക്ക് വിവരം കിട്ടിയിരുന്നു, അതുകൊണ്ടല്ലേ ഇസബല്ല നന്ദനെയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നതെന്ന്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് അന്ന് അവൻ ആകെ ഒരു തകർന്ന അവസ്ഥയിലായിരുന്നു ഹരിയേട്ടാന്ന്. ആ സമയത്ത് ഹരിയങ്കൾ ചോദിക്കുന്നുണ്ട് നമ്മളുടെ കാലത്തിൻ്റെ ഒരു പുരോഗതിയായി, ഇപ്പോൾ പ്രേതങ്ങൾ ഷൂവും പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണല്ലോ നടക്കണേന്ന് പറയുമ്പോൾ നന്ദമ്മ ചോദിക്കുന്നുണ്ട് അങ്കിളെന്താ എന്നെ കളിയാക്കുവാണോന്ന്. അന്നേരം
ഈ ഹരിയങ്കിൾ ദേവികേനോട് ചോദിക്കുന്നുണ്ട്, മോൾ MLA അല്ലേ, അപ്പോൾ മോൾക്കും അഭിമാനിക്കാം, നമ്മളുടെ നാട്ടിലിപ്പോൾ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട പ്രേതങ്ങൾ നടക്കണേന്ന് പറയുമ്പോൾ ദേവിക ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്താ നന്ദുവിൻ്റെ കൂടെ ചേർത്ത് എന്നെയും കളിയാക്കുവാണെന്ന്. ആ സമയത്ത് ദേവികയുടെ ഫോൺ ബെല്ലടിച്ചതും ദേവിക ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ദേവിക പോയി കഴിഞ്ഞതും ഹരിയങ്കിൾ നന്ദനോട് പറയുന്നുണ്ട്, ഈ ഇസബെല്ലയുമായിട്ടുള്ള നിൻ്റെ കൂട്ടും അടുത്ത ഇടപഴകലും എല്ലാം ദേവികയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അത് കേട്ടതും നന്ദനാണെങ്കിൽ പ്രഭാവതിയുടെ നേരെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് ഹരിയങ്കളാണെങ്കിൽ ഈ നന്ദൻ്റെ നോട്ടവും ഭാവവും ഒക്കെ ശ്രദ്ധിക്കുന്നുമുണ്ട്. ഹരിയങ്കളിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. കാരണം നന്ദൻ പറഞ്ഞതെല്ലാം നുണയാന്ന് ഹരിയങ്കളിന് ബോധ്യപ്പെടുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഈ ഋഷിയെ ഒറ്റയ്ക്ക് ചുമന്നുകൊണ്ടുപോയി ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കിടത്താനും അതുപോലെ തന്നെ മരിച്ച ഋഷിയുടെ ബോഡി ഒറ്റയ്ക്ക് കുഴിവെട്ടി മറവ് ചെയ്യാനുള്ള കഴിവൊന്നും നന്ദനില്ലാന്ന് ഇതിനോടകം തന്നെ ഹരിയങ്കളിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അധികം വൈകാതെ തന്നെ നമ്മളുടെ ഹരിയങ്കളായിട്ട് തന്നെ സത്യങ്ങൾ എല്ലാം കണ്ടുപിടിക്കും. ഋഷി ജീവനോടെ ഉണ്ടെന്നും ഇസബെല്ലയും കെവിനും ചേർന്ന് നന്ദനെ ചതിച്ചതാണെന്നുള്ള സത്യങ്ങളെല്ലാവരും അറിയാൻ പോകുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്.